തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ മികച്ച പ്രകടനമാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചത്. എറണാകുളം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ജൈത്രയാത്ര തുടങ്ങിയ LDF മധ്യ തിരുവിതാംകൂറിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പാലക്കാട് 12-ൽ 10ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കൈ ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനാകും. തൃശൂരിലും 13-ൽ 12-ലും LDFിനാണ് മേൽക്കൈ. ഇടുക്കിയിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണ് മുന്നിൽ. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ PJ ജോസഫിന്റെ തൊടുപുഴയും ജോസ് പക്ഷത്തെ റോഷി അഗസ്റ്റിന്റെ തട്ടകമായ ഇടുക്കിയും UDFിനെ തുണച്ചു. മറ്റു 3 മണ്ഡലങ്ങളിൽ മേധാവിത്വമുള്ള LDF മുന്നിൽ. ഇടുക്കി മണ്ഡലത്തിലെ കട്ടപ്പന നഗരസഭയിൽ 13 സീറ്റുകൾ ഉണ്ടായിരുന്ന LDF 9ലേക്ക് ചുരുങ്ങി. 9 ഗ്രാമപഞ്ചായത്തുകളിൽ 2 LDF പിടിച്ചെടുത്തപ്പോൾ 1 നഷ്ടമായി. ഇരു മുന്നണികളും ഭരിച്ചിരുന്ന 2 ആർക്കും ഭൂരിപക്ഷമില്ല. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും UDF നിലനിർത്തി. തൊടുപുഴയിൽ LDFിന് മൊത്തത്തിൽ നേട്ടമുണ്ടാക്കാനായില്ല. നഗരസഭയിൽ മത്സരിച്ച 7 സീറ്റുകളിൽ 2 മാത്രമാണ് ജോസഫ് വിഭാഗത്തിന് ജയിക്കാനായത്. 4 സീറ്റുകളിൽ മത്സരിച്ച ജോസ് വിഭാഗം 2 വിജയിച്ചു. നഗരസഭയിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. LDF ഭരിച്ചിരുന്ന തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ UDF വിജയിച്ചു. 12 ഗ്രാമപഞ്ചായത്തുകളിൽ 3 UDF പിടിച്ചെടുത്തപ്പോൾ 1 നഷ്ടമായി. 9 ഭരണം കിട്ടി. ഉടുമ്പൻചോല മന്ത്രി MM മണിയുടെ മണ്ഡലം കൂടിയായ ഇവിടെ വണ്ടൻമേട്, രാജാക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷം പിടിച്ചെടുത്തു. 10 ഗ്രാമപഞ്ചായത്തുകളിൽ 6 UDFിൽ നിന്ന് പിടിച്ചെടുത്തു. ഒരിടത്ത് തുല്യനിലയിലാണ്. പീരുമേട് CPIയിലെ ES ബിജിമോളുടെ മണ്ഡലമായ ഇവിടെ വണ്ടിപ്പെരിയാർ, ഉപ്പുതറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും അഴുത ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷം പിടിച്ചെടുത്തു. ഗ്രാമപഞ്ചായത്തുകളിൽ UDFിനാണ് മുൻതൂക്കം. 9 പഞ്ചായത്തുകളിൽ 3 അവർ പിടിച്ചെടുത്തപ്പോൾ 2 നഷ്ടമായി. ദേവികുളം CPMിലെ S രാജേന്ദ്രൻ MLA ആയ ഈ മണ്ഡലത്തിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം തിരികെ പിടിച്ചു. 12 ഗ്രാമപഞ്ചായത്തുകളിൽ 3 LDF പിടിച്ചെടുത്തപ്പോൾ 1 നഷ്ടമായി. 2 ആർക്കും ഭൂരിപക്ഷമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ തടികേടായില്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് എറണാകുളം ജില്ലയിൽ UDFിന് നെഞ്ചിടിപ്പ് വർദ്ധിക്കും. ഗ്രാമപഞ്ചായത്തുകളിൽ നേട്ടം കൈവരിക്കാൻ കഴിയാത്തതും 3 മുനിസിപ്പാലിറ്റികൾ നഷ്ടമായതും LDFിന് ഭീഷണിയാണ്. 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 7 LDF മേൽക്കൈ നേടി. കൊച്ചി, തൃപ്പൂണിത്തുറ, പിറവം, കോതമംഗലം, വൈപ്പിൻ, തൃക്കാക്കര, എറണാകുളം എന്നിവയാണിവ. ആലുവ, കളമശ്ശേരി, പറവൂർ, അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നീ 6 മണ്ഡലങ്ങളിലാണ് UDF മേധാവിത്വം. കിഴക്കമ്പലം 2020 കുന്നത്തുനാട് മണ്ഡലത്തിൽ ആധിപത്യം ഉറപ്പിച്ചു. കോർപ്പറേഷൻ ഭരണം നഷ്ടമായത് എറണാകുളം, തൃക്കാക്കര, കൊച്ചി നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഭീഷണിയാകും. പിറവം, കൂത്താട്ടുകുളം നഗരസഭകൾ LDF പിടിച്ചെടുത്തത് പിറവം നിയമസഭാ മണ്ഡലത്തിൽ UDFിലെ അനൂപ് ജേക്കബ് MLAക്ക് ഭീഷണിയാണ്. ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കളമശ്ശേരി, പറവൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെട്ടതിനാൽ UDFിന് ആശങ്കയില്ല. കിഴക്കമ്പലം ഉൾപ്പെടെ 4 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച ജില്ലാ പഞ്ചായത്തിൽ 2 ബ്ലോക്ക് പഞ്ചായത്തിൽ 4 സീറ്റും നേടിയ 2020 ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ ഇവർ മത്സരിക്കുന്നത് സിറ്റിംഗ് MLA കോൺഗ്രസിലെ VP സജീന്ദ്രന് ഭീഷണിയാകും. അങ്കമാലി, പെരുമ്പാവൂർ, തൃക്കാക്കര, മൂവാറ്റുപുഴ നഗരസഭകൾ തിരിച്ചുപിടിച്ചത് UDFിന് നിയമസഭാ മണ്ഡലങ്ങളിൽ ധൈര്യം പകരും. മൂവാറ്റുപുഴ നഗരസഭ കൈവിട്ടെങ്കിലും പഞ്ചായത്തുകളിലെ നേട്ടം CPIയിലെ എൽദോ ഇബ്രാഹിമിന് നിയമസഭാ സീറ്റിൽ ആശങ്ക ഉയർത്തുന്നില്ല. തൃപ്പൂണിത്തുറ നഗരസഭയും ഉദയംപേരൂർ പഞ്ചായത്തും LDF പിടിച്ചതും തൃപ്പൂണിത്തുറയിൽ CPM MLA ആയ M സ്വരാജിന്റെ നില ഭദ്രമാക്കും. കൊച്ചി, കോതമംഗലം, വൈപ്പിൻ നിയമസഭാ മണ്ഡലങ്ങളിൽ LDF നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലാകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12ലും LDFിനാണ് മേൽക്കൈ. തൃശൂർ മണ്ഡലത്തിൽ മാത്രമാണ് LDF പുറകിലായത്. കോർപ്പറേഷൻ മേഖലയിൽ പലയിടത്തും പിന്നാക്കം പോയതാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്ത വടക്കാഞ്ചേരിയിൽ LDFിനാണ് ലീഡ്. ആകെയുള്ള 29 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 25ഉം LDFിനൊപ്പമാണ്. ജില്ലയിലെ 7 നഗരസഭകളിൽ 5ഉം LDFിനൊപ്പം നിന്നു. ആകെയുള്ള 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 14ഉം LDF നേടി. 86 പഞ്ചായത്തുകളിൽ 64ഉം LDFിന് ഒപ്പമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 12-ൽ 10ഓളം നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ അവകാശപ്പെടാനാകും. നഗരസഭയിൽ ഉൾപ്പെടെ തകർന്നടിഞ്ഞ UDFിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് ത്രിതാല നിയമസഭാ മണ്ഡലത്തിലെ മെച്ചപ്പെട്ട പ്രകടനം മാത്രമാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് നിലനിർത്തിയപ്പോൾ 2 പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനും സാധിച്ചു. ഒരിടത്ത് തുല്യശക്തികളായി മത്സരം അവസാനിപ്പിക്കേണ്ടിയും വന്നു. എന്നാൽ UDFിന്റെ കയ്യിലുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ പാലക്കാട് നഗരസഭ
നിയമസഭയിൽ 28 സീറ്റുകൾ നേടി ബി.ജെ.പി. ഭരണം പിടിച്ചത് ഇരു മുന്നണികളെയും ആശങ്കയിലാക്കുന്നു. പാലക്കാടിന് പുറമെ മലമ്പുഴ മണ്ഡലത്തിലും ബി.ജെ.പി. കരുത്തുകാട്ടി. മലമ്പുഴ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ 9 എൽ.ഡി.എഫിനൊപ്പമാണ്. തരൂർ, ആലത്തൂർ, നെന്മാറ, ചിറ്റൂർ, മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി എന്നിവയാണ് ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ളത്. മണ്ണാർക്കാട്, പാലക്കാട്, തൃത്താല മണ്ഡലങ്ങൾ മാത്രമാണ് യു.ഡി.എഫിനുള്ളത്.